ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വണ്ടി ഓടിക്കാൻ അറിയുന്ന ആളുകളും എന്നാൽ പുതുതായി വണ്ടി ഓടിക്കുന്ന ആളുകളും എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റിങ്ങിനെ കുറിച്ച്. ഇതിനു മുമ്പ് ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ ചെയ്തത് ഒരുപാട് കമൻറ്റ്സ് കണ്ടു. അതിൽ എല്ലാവർക്കും അങ്ങനെ അത്ര ക്ലിയർ ആയിട്ടില്ല, ഞാൻ പറഞ്ഞ അത്ര വ്യക്തമായിട്ടില്ല എന്നുള്ളൊരു കമൻറ്റ്സ് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്നുകൂടി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട്, അതായത് നോർമലി ഒരു 20 സ്പീഡ് 30 സ്പീഡിലൊക്കെ വണ്ടി പോകുമ്പോൾ വണ്ടി സ്പോട്ടിൽ നിർത്തുമ്പോൾ ടക്ക് 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 എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അടുപ്പിച്ച്, അതായത് 4th ഗിയറിലേക്കാണ് വണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫസ്റ്റിലേക്കോ സെക്കൻഡിലേക്കൊക്കെ വളരെ സ്പീഡിൽ നമ്മൾ ഇടുന്ന കണ്ടിട്ടുണ്ടാവും. അത് വളരെ ഗിയർ ബോക്സിന്, അതായത് നമ്മുടെ വണ്ടിയുടെ ഗിയർ ബോക്സ് കംപ്ലൈൻറ്റ് ആവാൻ വളരെ ചാൻസസ് കൂടുതലാണ്. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ നോർമലി നമ്മളെപ്പോഴും ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ജസ്റ്റ് ആക്സിലേറ്റർ കുറക്കുക, അതായത് ക്ലച്ച് പിടിക്കുക, ഗിയർ ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. സാധാരണ നമ്മൾ ക്ലച്ച് പിടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ എഞ്ചിനിൽ നിന്നും ഗിയർ ബോക്സിനെ ഫ്രീ ആക്കുക. അതായത് എഞ്ചിനിൽ നിന്നും ഗിയർ ബോക്സിനെ ഫ്രീ ആക്കിയാൽ മാത്രമേ നമുക്ക് ഗിയർ വളരെ സ്മൂത്തായിട്ട് ഇടാൻ പറ്റുള്ളൂ. അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഞാൻ അതിൽ കൂട്ടത്തിൽ പറഞ്ഞത് പറഞ്ഞു. അപ്പോൾ നമുക്കിതിൽ 2 കാര്യങ്ങളാണ്, അതായത് ഗിയർ ഡൗണും ഗിയർ അപ്പും. അപ്പോൾ ആ 2 സിസ്റ്റമാണ് നമ്മൾ നോർമലായിട്ട് നമ്മൾ വണ്ടിയിൽ ഗിയർ ചെയ്യുമ്പോൾ ചെയ്യും. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് അപ്പ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അതായത് മുകളിലേക്ക് എങ്ങനെയാണ് ഗിയർ ഇടാൻ നോക്കുക. സാധാരണ നമ്മൾ എങ്ങനെയാണ് ഗിയർ ഇടാറ്, അതായത് ആക്സിലേറ്റർ കുറക്കും, ക്ലച്ച് പിടിക്കും, ഗിയർ അപ്പ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു അത്യാവശ്യം കുറച്ച് സ്പീഡിലാണ്, ഒരു മിനിമം ഒരു 20 സ്പീഡിലേക്കായിരിക്കും നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ നിന്ന് ഒരു കുറച്ചധികം നോയ്സ്, അതായത് കുറച്ചധികം സൗണ്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ സൗണ്ട് വരുമ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ ഗിയർ ബോക്സ് കംപ്ലൈൻറ്റ് ആകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് കാര്യം ചെയ്യുക, കുറച്ച് വളരെ ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് നമ്മൾ നോർമലായിട്ട്, അതായത് നമ്മൾ ഗിയർ ഇടുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഗിയറിനെ, എൻ്റെ കാലോട് പോയിക്കോളൂ, ഗിയറിനെ ഫസ്റ്റ് നമ്മൾ ഗിയർ കുറച്ച് അപ്പാക്കി വെക്കുക. അതായത് കുറച്ചൊന്ന് നമുക്ക് ഗിയർ ഇടാൻ പാകത്തിന് നമ്മളെ കാലിനെ റെഡിയാക്കി വെക്കുക. ഒന്ന് ജസ്റ്റ് പുഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ ആക്സിലേറ്റർ കുറക്കുക, ക്ലച്ച് പിടിക്കുക. സ്പോട്ടിൽ നമ്മൾ അറിയുകൂടില്ല, ഓട്ടോമാറ്റിക് തന്നെ വണ്ടിയുടെ ഗിയർ ചേഞ്ച് ചെയ്യും. അതായത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, ഗിയർ നമ്മൾ ഓൾറെഡി ഇടുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ ആക്സിലേറ്റർ കുറക്കുന്നതിനോ ക്ലച്ച് പിടിക്കുന്നതിനൊക്കെ മുമ്പ് ഗിയർ കുറച്ച് ടോപ്പിലേക്ക് ഇടുമ്പോൾ നമ്മൾ ഗിയർ കുറച്ച് കാല് കുറച്ച് മുകളിലേക്ക് പിടിച്ചു കൊടുക്കുക, കുറച്ച് അപ്പാക്കി കൊടുക്കുക. ശേഷം നമ്മൾ ആക്സിലേറ്റർ കുറക്കുക, ക്ലച്ച് പിടിക്കുക, ഓട്ടോമാറ്റിക്കിന് ഗിയർ അപ്പം മുകളിലേക്ക് ആയിപ്പോകും. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്, അതായത് ഗിയർ ടോപ്പിലേക്ക് ഇടാനുള്ള മെത്തേഡ്. ഇനി ഗിയർ എങ്ങനെ നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്, അതായത് താഴോട്ട് ഇടും. അത് ഈ സെയിം സിസ്റ്റം തന്നെയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആക്സിലേറ്റർ കുറക്കുക, ക്ലച്ച് പിടിക്കുക, ഗിയർ ഡൗൺ ചെയ്യുക. ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ സൗണ്ട് വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ അത് അങ്ങനെ ചെയ്യാതിരിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്സിലേറ്റർ കുറക്കുക, ക്ലച്ച് പിടിക്കുക, ഗിയർ ഡൗൺ ചെയ്യുക, സിമ്പിളായിട്ട്. പക്ഷേ ഈ പറഞ്ഞ പ്രവൃത്തി 3 ഒരേ സമയം നടക്കണം. അതായത് ആക്സിലേറ്റർ കുറക്കലും ക്ലച്ച് പിടിക്കലും സ്പോട്ടിൽ ഗിയർ ഡൗൺ ചെയ്യലും സ്പോട്ടിൽ ക്ലച്ച് വിടലും ഒരുമിച്ചാവണം. വിത്തിൻ സെക്കൻഡിലായാൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ സംഭവം നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ആക്സിലേറ്റർ കുറക്കുക കേട്ടോ, ഞാൻ കൂട്ടി വെച്ചാണ്, അതൊന്ന് കുറക്കുക, ക്ലച്ച് പിടിക്കുക, ഗിയർ ഡൗൺ ചെയ്യുക, സ്പോട്ടിൽ ക്ലച്ച് വിടുക വിത്തിൻ സെക്കൻഡ്. അങ്ങനെയാണ് പിന്നെ ചെയ്യുക. അങ്ങനെയാണ് ഗിയർ ഡൗൺ നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഈസി ആയിട്ട് നമ്മുടെ വണ്ടിക്ക് ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആവാതെ എങ്ങനെ വളരെ ഈസി ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അതായത് നമ്മൾ ഓരോ വണ്ടിയുടെ സ്പീഡിനും, അതായത് സ്പീഡിനനുസരിച്ചായിരിക്കും നമ്മുടെ ഗിയറിൻ്റെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഗിയർ ഷിഫ്റ്റിൻ്റെ സിസ്റ്റം അങ്ങനെയാണ് കിടക്കുന്നത്. 0 മുതൽ 15 കിലോമീറ്റർ വരെ ഫസ്റ്റ് ഗിയറിലും, അതേപോലെ തന്നെ 15 മുതൽ 30 കിലോമീറ്റർ വരെ നമ്മുടെ സെക്കൻഡ് ഗിയറും, 30 to 40 വരെ തേർഡ് ഗിയറും, 40 മുതൽ 55 വരെ 4th ഗിയറും, 55 മുതൽ അങ്ങോട്ട് അതിന് മുകളിലേക്ക് 60 ആകാം, 65 ആകാം, 70 ആകാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടോപ്പ് ഗിയർ 5th ആണെങ്കിൽ 5th, 6th ആണെങ്കിൽ 6th. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്ത് പോവാം. അല്ലാതെ നമ്മൾ നോർമൽ 20 കിലോമീറ്റർ സ്പീഡിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒറ്റയടിക്ക് തന്നെ പോക്ക് തന്നെ 4 ഗിയറും കഴിഞ്ഞിട്ടുണ്ടാവും. ഫസ്റ്റും സെക്കൻഡും തേർഡും 4th ഒക്കെ ആയിട്ടുണ്ടാവും, ജസ്റ്റ് 20-30 കിലോമീറ്ററിന് മുന്നിൽ തന്നെ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കറക്റ്റ് നമ്മുടെ ആ സ്പീഡ് റേഞ്ച് കറക്റ്റ് മാനേജ് ചെയ്ത് ആ ഒരു റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗിയർ ബോക്സിനും കംപ്ലൈൻറ്റ് ഉണ്ടായിരിക്കില്ല, നമ്മുടെ വണ്ടിയും സേഫ് ആയിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നമ്മുടെ ബെല്ലൈക്കനെ അമർത്തണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇതുവരെ എന്നെ സഹിച്ചതിന് താങ്ക് യു. സോ ബൈ.